ചില തോട്ടങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒമാനിലെ ഒരു ഒരു എന്താ പറയുക, ഈന്തപ്പഴ തോട്ടം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതിനെ. നമ്മുടെ നാട്ടിൽ പൊതുവെ തോട്ടത്തിലാണ് വർക്കെന്ന് പറയുമ്പോഴത്തേക്ക് പൂന്തോട്ടമാണെന്നൊക്കെയാണ് നാട്ടിൽ പൊതുവെ ആണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ തോട്ടത്തിനെ പറയുന്നത് പലപ്പോഴും ഈന്തപ്പന മരങ്ങൾ നിറയെയുള്ള സ്ഥലം, അതിനെ പരിപാലിക്കുന്നവരെയാണ് പലപ്പോഴും തോട്ടപ്പണിക്കാരെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കണ്ടു നോക്കൂ, പല ഇനം ഈന്തപ്പഴ മരങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഇവിടുത്തെ സീസൺ ടൈമായി വരികയാണ്. ഏകദേശം പഴമൊക്കെ അങ്ങോട്ട്, ഈത്തപ്പഴം അങ്ങോട്ട് കൂടുതൽ പഴുക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് ആയിട്ടില്ല. നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പൊതുവെ മസ്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കഴിയാത്ത മാതിരി മലനിരകൾ കൊണ്ട് നിബിഡമായ ഒരു സ്ഥലമാണ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരം നമ്മുടെ നാട്ടിൽ കാണുന്നതിന് വ്യത്യസ്തമായ ഒരു കളറാണ് ഇതിന് പലപ്പോഴും ഇവിടുത്തെ മലകൾക്കൊക്കെ. ഏറ്റവും കൂടുതൽ മലനിരകളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ മസ്കറ്റാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നിറയെ ഈന്തപ്പഴ മരങ്ങൾ നിറയെ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ അപൂർവമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ നിബിഡമായിട്ട് നിൽക്കുന്നത്. ഒരുപാട് ഉണ്ടാവാറുണ്ട്, എന്നാലും ഇത് ശരിക്കും എന്താ പറയുന്നത്,
പൊതുവെ ഈ നാട്ടുകളിൽ ഈ തോട്ടത്തിൽ നിൽക്കുന്നവരിൽ ഏറിയ പങ്കും മുഖ്യ പങ്കും വഹിക്കുന്നത് ബംഗ്ലാദേശുകാരാണ്. അവരാണ് കൂടുതലും ഈ പനയെ പരിപാലിക്കുന്നതും മറ്റും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും ചെയ്യുന്നതും ഒക്കെ അവർ തന്നെയാണ്. അവർക്ക് ഈ തോട്ടത്തിനോടനുബന്ധമായിട്ട് ഒരു ചെറിയ വീടുണ്ടാവും. പിന്നെ അവരുടെ കുറച്ച് വരുമാന മാർഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ ഈ തോട്ടത്തിൻ്റെ ചെറിയ ചെറിയ ഒരു പോർഷനൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇവർ ചെറിയ ചെറിയ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വിളവെടുക്കുമ്പോഴത്തേക്ക് ഇവർ കൊണ്ട് ചന്തയിൽ വിൽക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ലാൻഡിൻ്റെ ഓണറൊന്നും അങ്ങനെ അവരെ അങ്ങനെ വാൺ ചെയ്യാറൊന്നുമില്ല എന്നാണ് കേൾക്കുന്നത്. ഈ കാണുന്നതാണ് ഈ പനകൾക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചാല് മാതിരി ഇങ്ങനെ പണിഞ്ഞിരിക്കുന്നത്. ഇത് അവർ 2 നേരമൊക്കെ വൈകുന്നേരവും രാവിലെയൊക്കെ വെള്ളം തുറന്നു കൊടുക്കും. അതിന് പ്രത്യേകിച്ച് വലിയ കിണറുകളൊക്കെ ഇതിന് അനുബന്ധമായിട്ട് അവർ ഉണ്ടാക്കാറുണ്ട്. ഗ്രാമങ്ങളുടെ ഉള്ളേരിയയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രസമാണ് കാണാൻ. നല്ല കണ്ണിന് കുളിർമയേറുന്ന കാഴ്ചകൾ പലതും ഒമാനിൽ അകത്ത് എന്താ പറയുക